متفاعل 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 عجبا على الغفلات يا إخواني لسنا نفكر عن لياغ زماني أفلا ترون تفكروا وتدبروا بين السطور أوامر القرآن كل العلوم من الإله الخالق للهدئ والسلام للإنسان وفشى العلوم على الأراضي والسماء فالت ببرقشة من الألوان دينا وتقنية علوما حرفة حسب السليقة من أولي الأفنان. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. أعوذ بالله من الشيطان الرجيم. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. يا رب إن ظلمت ذنوبي كثرة ولقد علمت بأن عفوك أعظم. മാന്യ സഹോദരന്മാരെ, അള്ളാഹുരെ അപാരമായ അനുഗ്രഹത്തിൽ അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്ററിൽ അള്ളാഹുരെ ദീന്റെ സംബന്ധിച്ചിട്ട് പൽക്കബറിയിലെ ഒരു മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയാണ്. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളെ ഈ പ്രവർത്തന കബൂലാക്കി തരട്ടെ. ഞങ്ങളിൽ നിന്നിട്ട് മരിച്ചു പോയ ഞങ്ങളെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലെ ഒരു അസ്മാഉൽ ഹുസ്നത്തില് പെട്ട ഒരു പേരായിട്ടിക്കറ് അല്ലാഹു അർ റഹ്മാൻ ചൊല്ലുന്നത്. റഹ്മാൻ എന്ന് ചൊന്നെങ്കിൽ ദുനിയാവിലു എങ്ങനെ ഇന്നിട്ട് ജീവിച്ചങ്ങ ആയെങ്കും അല്ലാഹു റഹ്മത്ത് കൊറടിയാക്കില്ല. എല്ലാരെയും ഒരുപോലെ നോക്കുറെ അല്ലാഹു. ഈ റഹ്മാൻ ചൊല്ലെ സിഫത്തിലെ ഈ റഹ്മാൻ ചൊല്ലെ അള്ളാഹുരെ പേരെ അംഗീകരിക്കുക മുശ്രിക്കിങ്ങൾക്ക് സാധ്യമായിട്ടില്ല. റഹ്മാൻ ചൊല്ലുന്ന പേര് ധാരാളമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമായിട്ടിരിക്കും. ഏതെങ്കിലും ഒരു സ്വരം തുടങ്ങുമ്പോൾ ഞങ്ങൾ ചൊല്ലുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ റഹ്മാൻ ചൊല്ലെ പേര് കണ്ട് ഈ റഹ്മാൻ ചൊല്ലുന്ന ഈ പേര് ഈ റഹ്മാനായ അള്ളാഹുരെ ഇബാദത്ത് അള്ളാഹുരെ അടിമയാണ്. അങ്ങനെ സവിശേഷത്തെ അള്ളാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ ഫുർഖാനിൽ വിവരിക്കരുത്. ആ സൂറത്തുൽ ഫുർഖാൻ തുടങ്ങരമേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യക്ക് ആക്കിയ
ധാരാളം നിഅമത്തുകളെ കുറിച്ച് അല്ലാഹു വിവരിക്കുന്നു. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. തബാറകല്ലദീ അല്ലാഹു അനുഗ്രഹീതനായവനു. എങ്ങനത്തെ അല്ലാഹു നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, ഈ ഫുർഖാൻ സത്യ ഏത് അസത്യ ഏത്, ന്യായ ഏത് അന്യായ ഏത്, ക്രമ ഏത് അക്രമ ഏത് ചൊന്നത്തു വിവരിക്കുന്ന ഈ വേദഗ്രന്ഥ ഖുർആൻ ഇതിരെ അവതീർണാക്കിയ അള്ളാഹു അനുഗ്രഹ പൂർണ്ണനായിട്ടുണ്ടു. അത് അള്ളാഹു ആർക്ക് അവതീർണാക്കിയ അല അബ്ദിഹി, അള്ളാഹുരെ ഒരു അടിമക്. അടിമ ചൊന്നെങ്ക് അബുദ് ചൊന്നെങ്ക് ഇതായിട്ടിക്കറ് ഒരു മനുഷ്യരെ ഗ്രേറ്റ്നെസ്, അള്ളാഹുരെ അടിമയായിട്ട് ജീവിക്കുന്ന ചൊല്ലരുത്. എന്നിട്ട് അള്ളാഹു ഈ ഖുർആന്റെ വകി ചൊല്ലരെ ലിയകൂന ലിൽ ആലമീന നദീറ. എന്തൊക്കെ ഇത് ഇറക്കിരെ കാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്ര അല്ല, ബദലായിട്ട് അതിരൊട്ടിಗೆ ആ നബി തങ്ങ ഈ ഖുർആൻ കൊണ്ടിട്ട് ആൽമാർക്ക് സംസ്കരിക്കണം. അങ്ങനെ ഈ ഖുർആൻ വകി ചൊല്ലു. എന്നിട്ട് അള്ളാഹ് ചൊല്ലരെ അല്ലദീ ലഹു മുൽകുസ് സമാവാതി വൽ അർളി വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ ഫുൽക്. അതേ അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലദീ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്, ഭൂമിയാകാശങ്ങളെ ഉടയനായ അല്ലാഹു. വലം യത്തഖിദ് വലദ, ആ അല്ലാഹുകു മക്കയില്ല. മക്ക ഉണ്ട്, ദൈവപുത്ര ഉണ്ട് ചൊല്ലെ വിശ്വാസത്തെ ഇസ്ലാം അംഗീകരിക്കില്ല. എന്നിട്ട് ചൊല്ലരെ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്, അല്ലാഹുവിന്റെ അധികാരത്തിൽ അല്ലാഹു ആരെയും പാർട്ട്ണർ വെച്ചിട്ടില്ല. വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ. ഈ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്തെല്ലാം സൃഷ്ടിച്ചിര്, ആ സൃഷ്ടിച്ച എല്ലാത്തുക്കും വിധിവിധാനത്തെ ഉണ്ടാക്കിയ അല്ലാഹു. ഇതിങ്ങനെ ചൊന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ ചൊന്നു തന്റെ ഈ സത്യനിഷേധിക അമ്പിയാക്കന്മാരെ ಬಗ್ಗೆ ചൊന്ന അഭിപ്രായം. ഇത് സത്യനിഷേധിക ചൊന്നെങ്കും അമ്പിയാക്കന്മാര് എങ്ങനെയായി തിന്നാറ്, എന്ത് ഒരു ക്വാളിറ്റി അമ്പിയാക്കന്മാരുടെ ഇന്ത് ചൊല്ലുന്ന കൊണ്ടാവു. വഖാലു മാ ലിഹാദർ റസൂലി യഅകുലു അത്അമ വയംശി ഫിൽ അസ്വാഖി ലൗലാ ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറ. അമ്പിയാക്കന്മാരെ സ്വഭാവമായിട്ട് അങ്ങ ആൽമാരൊട്ടിಗೆ ಸೇರಿട്ട് അങ്ങ ബിഹേവ് ആക്കിക്കൊണ്ടിരുന്നാറ്. അങ്ങാടിങ്ങളിൽ പോയോണ്ടും അങ്ങ ദൈനംദിന മനുഷ്യനായി ജീവിക്കുമ്പോ ഭാരി ഒരു സിമ്പിൾ ആയിട്ട് വിനയത്തില് അങ്ങ് ജീവിച്ചോണ്ടിരുന്നാറ് ചൊന്തു ഞങ്ങൾ ഇത് കൊണ്ട് മനസ്സിലാകും. അപ്പൊ സഹോദരന്മാരെ, അതേ റബ്ബുൽ ആലമീൻ ഇങ്ങനെ സൂറത്തുൽ ഫുർഖാനിൽ കുറെ അള്ളാഹു ഈ മനുഷ്യ വിഭാഗത്തിൽ ആക്കിയ കുറെ നിഅമത്തുകളെ ചൊന്നു. പിന്നെ ചൊല്ലരെ വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആറത് ജഅലൽ ലൈല വന്നഹാറ, നാലരെ പകലരെയും ജാവുരെയും ഒന്നായിട്ട് പടച്ച റബ്ബ്. എന്ത് അല്ലാഹ് ഇങ്ങനെ പടക്കരെ ലിമൻ അറാദ യذكر ഔ അറാദ ശുക്കൂറാ. അള്ളാഹുരെ ഓർത്തിട്ട് ആര് ജീവിക്കാറ്, അള്ളാഹുക്ക് നന്ദി എന്നിട്ട് കൃതജ്ഞനായിട്ട് ആര് ജീവിക്കാറ്, അങ്ങൊന്ന് നെനപ്പാക്കുക വേണ്ടിയിട്ട് ഇങ്ങനെ അള്ളാഹു നാലരെ ജണ്ടായിട്ട് ജാവും പോലായിട്ട് ബദലായിട്ട് അള്ളാഹു ഉണ്ടാക്കിത്ത്. ഇതിങ്ങനെ ചൊന്നിത്തു. പിന്നെ റബ്ബ് ചൊല്ലുരേ വഇബാദുർ റഹ്മാൻ, അതായിട്ട് ഇന്നത്തെ വിഷയ. ആ റഹ്മാനായ റബ്ബരെ ഇബാദുങ്ങ, ആ റബ്ബരെ ആ റഹ്മാന്റെ അടിമങ്ങാറ് എല്ലാരും അള്ളരെ അടിമകമേ. അള്ള ഒരു പ്രത്യേകിച്ച് ചൊല്ലുരെ കൂടെ യംശൂന അലൽ അർളി ഹൗനാ, ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ഇവിടെ എല്ലാ നമ്മത്തെ മനുഷ്യമാരിക്കില്ലേ, എല്ലാ നമ്മത്തെ മനുഷ്യന്മാരുള്ളാറ്, വിവിധ മതത്തെ ആൾമാരുള്ളാറ്, വിവിധ സംഘടന ആൾമാരുള്ളാറ്. അപ്പൊ ഈ ഇബാദുർ റഹ്മാൻ ചൊല്ലുற ഈ അള്ളാരെ അടിമങ്ങ ഇങ്ങ വിനയ കാട്ടരങ്ങായിട്ടിക്കറാറ്, ഭൂമിയിലെ വിനയാന്വിതനായി ജീവിക്കരങ്ങായിട്ടിക്കറാറ്. എന്നിട്ട് അള്ളാഹ് ചൊല്ലുരേ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ.
ഈ ഭൂമിയിൽ ജീവിക്കണ എല്ലാരും ആലിമിങ് ആവണമെന്നില്ല, എല്ലാരും വിദ്വാംസർ ആവണമെന്നില്ല, എല്ലാരും സംസ്കാര ഉല്ലംഘമേ ആവണമെന്നില്ല, എല്ലാരും തഖ്വ ഇന്നകമേ ആവണമെന്നില്ല. ജാഹിലിങ് അയക്കുവാറ്, ഫാജിലിങ് അയക്കുവാറ്, ഫാസിഖിങ് അയക്കുവാറ്, ഇങ്ങനെ വിവിധ ആളുമാറ് ഈ ജാഹിലിങ് അങ്ങനെ എന്തായെങ്കും ഉപദ്രാക്രിയ സന്ദർഭം വരുമ്പോ ഖാലു സലാമ, അങ്ങ് നല്ല സമാധാനത്തെ പൽക്ക പറയുവാറ്. സഹോദരന്മാരെ, ഇബാദുർ റഹ്മാൻ ചൊന്നതിന്റെ അർത്ഥമേ അള്ളാഹുടെ റഹ്മാന്റെ ദാസാന്തല്ലേ. ഒരു അടിമ താവുമ്പോ അവന്റെ ഒരു വിശേഷമായ ഗുണം എന്തിനാ ചൊന്നെങ്ക് വിനയ കാട്ടത് ആയിട്ടിക്കറ്. ഈ അടിമക്ക് അഹങ്കരിക്കുക സാധ്യയില്ല. നിങ്ങൾ ചിന്തിക്കില്ലേ, ഈ മനുഷ്യ എത്ര ദുർബല ജീവി ചെന്നുത്തു. തന്റെ സ്വന്തം തലവൊന്നു നമ്പലാവുരെങ്ക്, തലവൊന്നു കുത്തുരെങ്ക് ആ ഈ മനുഷ്യകഥ നിയന്ത്രിക്കുക ആവില്ല. അതേ ഈ മനുഷ്യരെ തലര മുടിങ്ങ, അതല്ലെങ്കിൽ മീശാവട്ട് താടിയാവട്ട്, അത് വെളുത്ത് പോണ്ടേ ആ സന്ദർഭത്തില് ഈ മനുഷ്യകഥ നിയന്ത്രിക്കുന്നതാവില്ല. അതേ ആ വെളുത്തത് കീഴ് പോന്ന് പോകുമ്പത്തും ഈ മനുഷ്യക്ക് നിയന്ത്രിക്കുന്നതാവില്ല. തന്റെ സ്വന്തം ആരോഗ്യത്തെ ಬಗ್ಗೆ ഈ മനുഷ്യക്ക് എന്തും ഇൽമില്ല. ആ ആരോഗ്യത്തെ നിയന്ത്രണ ഈ മനുഷ്യരെ കയ്യിലില്ല. വേണ്ട, നാലത്തെ നാൾ ഈ ശരീരത്ത് എന്തൊരു ആവുറും ഈ മനുഷ്യക്ക് പിടിയില്ല. എന്ത് യാറെ ചിന്തിക്കരേ, ഒരു ചെറിയ ഒരു നീരുള്ളി വന്ന് കൊണ്ടുവന്നിട്ട് മുരിക്കുമ്പത്തുകോ കണ്ണിൽ നിന്നിട്ട് ഇത്ര തന്നിക സമയത്ത് നിയന്ത്രിക്കുന്ന ശക്തി ഈ മനുഷ്യകില്ല. അതാ സീത എങ്ക് മൂക്കിൽ നിന്നിട്ട് പണ്ട് മ്ലേച്ഛമായ തന്നിര സമയത്ത് നിയന്ത്രിക്കുക ഈ മനുഷ്യക്ക് സാധ്യമാവില്ല. ഇതിനായിട്ട് യാറെ ചൊല്ലണു തായെങ്ക് ഒന്നാം നമ്പർ നജസരെ ഒരു വലിയ ഒരു ടാങ്കർ ആയിട്ടല്ലേ മനുഷ്യ നടക്കരേ. അപ്പൊ ഇങ്ങനെ നടക്കരേ, ഇങ്ങനെ ദുർബല ഉള്ള മനുഷ്യ, ദൗർബല്യമുള്ള മനുഷ്യ അഹങ്കരിക്കൂ. നാനൊരു വലിയൊരു ആള് ചെന്നടിക്കൂ. ഒരു കാലത്തും ഒരു സമയത്തും സാധ്യമില്ല. മനുഷ്യക്ക് വിനയമേ ഭൂഷണായിട്ടിക്കറ്. മനുഷ്യ നിങ്ങൾ ചിന്തിക്കില്ലേ, ഈ ഇബാദുർ റഹ്മാൻ ഈ മനുഷ്യ ചിന്തിക്കണോ, അള്ളാഹ് നക്ക് സ്വന്തമായിട്ട് എന്തും ഇല്ലല്ലേ. നാന് പന്നരെ കാലി കയ്യില് പോണ്ടതും കാലി കയ്യില്, നാനായിട്ട് നന്റത് ചൊന്നു നക്ക് ചൊല്ലുക ഏതുമില്ല. സ്വന്തം തലര സമയത്ത് കാണാത്ത മനുഷ്യന്മാരല്ലേ നാനും നിങ്ങവും. അതാ നിങ്ങൾ നോക്കറൂ, ഇങ്ങനെ ഒരാള് ചിന്തിക്കറേ തായെങ്ക് അഹങ്കാരത്തുക്ക് വലിയ 400 വലിയ ആള് ചൊല്ലുക എവിടെ അധികാരമില്ലേ, എവിടെ അവകാശമില്ലേ. അതാ നിങ്ങൾ നോക്കറൂ, ഇസ്ലാമിലെ ഓരോ ഇബാദത്തും മനുഷ്യക്ക് വിനയത്തെ പഠിപ്പാട്ടതായിട്ടിക്കറ്. അതാ നിസ്കാരത്ത് ചൊല്ലരുത്. നിസ്കാരല്ലേ മുസ്ലിമരെ മുസ്ലിമാക്കരേ. ഒരു മനുഷ്യ മുസ്ലിം ആവണു തായെങ്ക്, ഒരു ആവറേജ് മുസ്ലിം ആവണു തായെങ്ക് 5 വക്ത് നിസ്കരിക്കണ്ടേ. ആ നിസ്കാരത്ത് ചൊല്ലരുത്. റഹ്മാനായ റബ്ബുൽ ആലമീന്റെ മുന്നിൽ പോയി നിൽക്കരുത്. അതാ അതുക്ക് മുന്നൊരു ബാങ്കുണ്ടു. ആ പള്ളിയിൽ നിന്നിട്ട് ബാങ്ക് കേൾക്കുമ്പോ അതാ മുഅദ്ദിൻ എന്തിനെ വിളിക്കുക, അങ്ങനെ ഈ കേൾക്കാനും ചൊല്ലണു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അങ്ങനെ ചൊന്നുത്തു അതാ പിന്നെ വിളിക്കല് ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ ചൊന്ന് വിളിക്കുമ്പോ നിസ്കാരത്തുക ബറു വിജയത്തുക ബറു ചൊന്ന് വിളിക്കുമ്പോ എന്തിനാ ഞങ്ങൾ ചൊല്ലുരേ ആന്ന പണ്ടേ തല്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നക്ക് ശക്തി ഇല്ല. മനുഷ്യ വിനയല്ലേ റബ്ബുരുടെ പ്രകടാക്കരേ. ശക്തിയും അല്ലാഹുല്ലേ. ഒരു നല്ലത് നാണ് ഒരു നല്ല ഒരു പണിയാക്കണു തായെങ്ക് അത് അല്ലാഹ് തീരുമാനിക്കണു. ആ ശക്തി നന്റെ ഇല്ലാത്തല്ലേ മനുഷ്യ ഒപ്പുരേ. അതാ നിങ്ങൾ നോക്കറൂ, നിസ്കാരവും അങ്ങനെ സാന്ദർഭികമായി ചൊല്ലുമ്പോ ഓ മുഅ്മിനീങ്ങളെ, ഓ മുസ്ലിമീങ്ങളെ, ഞങ്ങളിൽ ഇണ്ടും എത്രയോ ആൾമാരില്ലേ നിസ്കരിക്കാത്ത. നിസ്കാരാന്ത് ചൊല്ലുമ്പോൾ അലർജിയല്ലേ പല
ആൾമാർക്കും ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചൊല്ലുറ. നിങ്ങൾ നായിരെ കണ്ടിട്ടില്ലേ? മനുഷ്യന്മാര് യാറവරු പ്യാറവරු കെയർലെസ്സിൽ കണ്ട ഒരു നായി എപ്പായെങ്കും അതിൽ ഒരു യജമാന ഒരു ഇത്ര ഒരു പുൽച്ച ചോറ് കൊടുത്ത ഓർമ്മ ആ നായി മറക്കില്ല. എത്രയോ സമയം കഴിഞ്ഞാൽ പിന്നെ രണ്ട് ബെർല് കൊണ്ട് ഇങ്ങനെ സൊണ്ടി വിളിക്കുമ്പോ ആ നായി ഓടി ഓടി വന്നില്ലേ ബിലാട് പാട്ടിയോണ്ടും എല്ലാ അനുഗ്രഹം തന്നെ രാജാവും അവന്റെ പ്രതിനിധികളെ മുഖേന വിളിക്കരേ എന്ന് വിളിക്കുമ്പോ നിക്ക് ക്യാരം കളിക്കൊണല്ലേ, നിക്ക് വേറെ കാർഡ് കളിക്കൊണല്ലേ, അല്ലാരെ സൂക്ഷിച്ച് ജീവിക്കണു. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഈ ഇബാദുർ റഹ്മാൻ വിനയ ഇന്നിട്ട് ജീവിക്കുമ്പോ അങ്ങനെ കൊണ്ട് ഈ സമുദായത്തിന് എന്തും ഉപദ്രവില്ല. എല്ലാരട്ടികയും അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് ജീവിക്കാറ്. അതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, മനുഷ്യ നീ എങ്ങനെ അഹങ്കരിക്കരേ, നിക്ക് എങ്ങനത് വിനയ പാലിക്കുക സാധ്യവാണ്ട് പോണ്ടേ. നീ വിചാരിക്കരേ നിക്ക് അള്ളാഹു ഒരു സമയ സമ്പത്ത് തന്ത് തായെങ്ക്, നിക്ക് അള്ളാഹു അധികാര തന്ത് തായെങ്ക്, അതല്ലെങ്കിൽ വേറെന്തായെങ്കും നിക്ക് നിഅമത്ത് കിട്ടിത്ത് തായെങ്ക് നീ വിചാരിച്ചോളേ അത് നിന്റെ സ്വന്ത ശക്തി ചൊന്നത്തോ. ഒർക്കവും നീ അങ്ങനെ വിചാരിക്കണ്ട. എന്തേ കാരണം? നിന്റെ ബെലബെലെ ബൊമ്പമാറ്, നിന്റെ ബെലബെലെ ഉഷാരിന്നങ്ങ ഇതേ ഭൂമിയുടെ അടിഭാഗത്ത് ജീവിച്ചോണ്ടിരിക്കുമ്പോ നീ എങ്ങനെ ഒരു വലിയൊരു ആലോചന നടിക്കരേ. സഹോദരന്മാരെ, മനസ്സിലാക്കുള്ളത് ഈ വിനയാന്ത് ചൊല്ലുന്നത് വലിയ ഒരു വിഷയ. ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കൊടുക്കുന്ന ഒരു സ്വഭാവമായിട്ട് വിനയാന്ത് ചൊല്ലരുത്. അതാ നിങ്ങൾ നോക്കൂ, ഒരു പ്രകൃതി നിയമ ചൊല്ലുരെങ്ക് ഖുർആനും ഹദീസും അല്ലാണ്ട് ഒരു പ്രകൃതി നിയമം എന്തരേ? നിങ്ങൾ ഒരു മാങ്ങര മര കണ്ടില്ലേ? ആ മാങ്ങര മരത്തില് മാങ്ങ ഇന്നെങ്ക് അതിലെ ഗെല്ലിങ്ങ ബെണ്ടായിട്ടിക്കില്ലേ? നല്ലങ്ങനെ സ്വഭാവം അതുവേ. തുമ്പിത കുളത്തുള്ളു കൂതില്ല ചുന്ന പോലെ എപ്പോഴും ഇൽമു ഇന്നങ്ങ, തഖ്വ ഇന്നങ്ങ, നല്ല സംസ്കാരം ഇന്നങ്ങ, അങ്ങ് അഹങ്കരിക്കില്ല, അങ്ങ് വിനയാൻവിതരായി ജീവിക്കാറ്. ഇനി എന്തൊരു സഹോദരന്മാരെ, ഈ വിനയത്തെ വ്യാഖ്യാന, വിനയത്തെ താരീഫ് എന്തരേ, വിനയത്തെ ഡെഫിനീഷൻ എന്തരേ? അതാ ഷോർട്ട് കട്ടായി ചൊല്ലുരെങ്ക് നാൻ വിചാരിച്ചോളണു നാനെന്തും യോഗ്യനല്ല ചൊന്നുത്തു, നാനൊരു അർഹനായവനു, നാണ് യോഗ്യ ചൊല്ലൊരു ഭാവന എന്റെ മനസ്സിൽ ഇല്ലാണ്ടിരിക്കരുത്. നാൻ അങ്ങനെ ആക്കിയ, നാൻ ഇങ്ങനെ ആക്കിയ, നാൻ ഇന്നില്ലെങ്കിൽ ഇങ്ങനെ ആവില്ല, നാൻ ഇന്നില്ലെങ്കിൽ ഇങ്ങനെ ആവാത്ത, ഇങ്ങനെ ഉള്ള കുറെ ഭാവനങ്ങൾ ഇല്ലാണ്ടിരിക്കുന്നതായിട്ടിരിക്കുന്ന വിനയ. അതാ മനുഷ്യ നിക്ക് ഗൊന്തില്ലേ, നിക്ക് അധികാരം ഇല്ലാത്ത നീ ഒരു അടിമാന്താവുമ്പോ നീ എങ്ങനെ നീനെ അഹങ്കരിക്കരേ? എല്ലാവിധമായ അധികാരവും നിക്ക് കിട്ടിയ അത് കൊണ്ടു ഉണ്ടെ പട്ടിങ്ങക്ക് തുപ്പാണ്ട് തന്നെ രാജാവ് ഉപകാരത്ത് കൃതജ്ഞനായിട്ട് ജീവിക്കണു. സഹോദരന്മാരെ, അതാ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സമുദായത്തെ ഓരോ മെമ്പറും സ്വർഗാവകാശിയാവണോ, സ്വർഗത്തിലങ്ങ് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണോ ചെന്ന് ആഗ്രഹിച്ചാറ്. അതുക്ക് വേണ്ടിയിട്ടങ്ങ് അഹോരാത്രി ശ്രമിച്ചാറ്. അതുക്ക് വേണ്ടിയിട്ടങ്ങനെ മക്കളെ അങ്ങ് എത്തിമാക്കിയാറ്. അതുക്ക് വേണ്ടിയിട്ടങ്ങനെ മക്കൾ അങ്ങനെ പെഞ്ഞായിരങ്ങ് വിധവയാക്കിയാറ്. ഈ സമുദായത്തെ ഭാര്യ അങ്ങ് പിടിച്ച വെച്ചാറ്. ഈ സമുദായത്തെ എല്ലാവർക്കും സ്വർഗ കിട്ടണോ, എല്ലാരും ഗ്രൂപ്പായിട്ട് സ്വർഗ പ്രവേശിക്കണോ ചെന്നു ആഗ്രഹിച്ച പണ്ഡിതന്മാർ അങ്ങ് നിസ്വാർത്ഥരായി തിന്നാറല്ലേ. ആ പണ്ഡിതന്മാർ ചൊല്ലരുത് നോക്കറോ, എന്തിനാ ഈ വിനയാന്ത് ചൊന്നെങ്ക് അന്തഖ്റുജ മിൻ ബൈതിക ലാ തൽഖാ അഹദൻ ഇല്ലാ റഅയ്ത അന്നഹു ഖൈറും മിൻക. മോനെ, നീനൊരു ഔത്തിൽ നിന്നിട്ട് നീ ഭർത്തായി പോണ്ടതായെങ്ക് നിക്ക് കൊറേ ആൾമാരെ കാണാവൂ കിട്ടില്ലേ? അങ്ങനെ ആരെ നീ കണ്ടെങ്കും നീ വിചാരിച്ചോണായത് നിന്റെ അങ്ങ് ഹൈറ് ചൊന്നത്തോ.
ഞങ്ങൾക്ക് ചൊല്ലു സാധ്യയില്ല ഒരാളെ നോക്കിയിട്ട് നാനായാലാണ്ടി ഹൈറ ചൊന്നുത്തു എവിടുത്തോറ് ചൊന്നെങ്ക് നീന് കാണ്ട എല്ലാ മനുഷ്യന്മാരും മുത്തഖീങ്ങമേ ആവണമെന്നില്ല, സ്വാലിഹീങ്ങമേ ആവണമെന്നില്ല, ആലിമീങ്ങമേ ആവണമെന്നില്ല. ഒരു സമയം നീക്ക് ഫാജിറായ ഫാസിക്കായ കാഫിറായ മുഷ്രിക്കായ കുറെ ആൾമാര് കാണു കിട്ടുവാറ് എന്നെങ്കും നീ ബിയാരിക്കൊണായത് ആ മനുഷ്യനിന്റെ ആൻറ്റി ഹൈറ ചൊന്നുത്തു. അതെങ്ങനെ ചൊന്ന് കേക്കണേക്കുവാറ് സഹോദര മനസ്സിലാക്കണായത് നാളെ എന്തിന് സംഭവിക്കുന്നത് നൽകുന്നില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മനുഷ്യര് എപ്പായിട്ട് ഹിദായത്ത് കൊടുക്കുറേ നൽകുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾക്ക് ചരിത്രം കടക്കാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആറായി തിന്ത് എന്തോ ഒരു ക്രൂരിയായി തില്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് അതാ തന്റെ സ്വന്തം കുഞ്ഞിരെ തന്റെ സ്വന്തം കുഞ്ഞൊന്ന് പെണ്ണ് കിടാവ് ആയതുക്ക് ആ കിടാവ് കൊണ്ട് സന്തോഷിക്കാനായ ബദലുക്ക് അത് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാനായ ബദലുക്ക് ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലത്തില് തന്റെ സ്വന്തം കുഞ്ഞിരെ ജീവസഹിത ഖബറടക്കിയില്ലേ. അത്രയും ക്രൂരിയായി തിന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ലേ. അല്ലാഹു ഹിദായത്ത് കൊടുത്തിൽ പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥാനം എന്തരേ അതാനിങ്ങനെ നെനപ്പില്ലേ? അബൂജഹൽ ആറ് ഗൊന്തില്ലാത്ത അബൂജഹൽ അലിഫ് ബാ പഠിച്ച എല്ലാ കിടാവുകളും ഗൊന്തുണ്ടു. അബൂജഹൽ എന്ന് ചൊല്ലുമ്പോ മുസ്ലിം മനസ്സ് ഗൊന്തില്ലാണ്ടും ചൊന്നു പോണ്ടു ലഅനത്തുല്ലാഹി അലൈഹി അങ്ങനെ ചൊല്ലനായതും ആ അബൂജഹലിന്റെ മോനല്ലേ ഇക്രിമ. അബൂജഹൽ നിന്നിട്ട് സംസ്കാരം പഠിച്ച ഇക്രിമ അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഈ ഏകദേവ ആരാധനയുടെ ಬಗ್ಗೆ ആ തൗഹീദിന്റെ ಬಗ್ಗೆ കേട്ടിട്ട് ബെടിഞ്ഞിട്ട് റായപുട്ട് പോണ്ടേ എന്നിട്ട് കപ്പലുക പത്ര ഇക്രിമ അതേ കപ്പൽ ഇതിലേക്ക് മുന്നലേ അല്ലാഹു ഹിദായത്ത് ചൊല്ല വെളിച്ചത്തെ ഇളിച്ചില്ലേ. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമായില്ലേ. അതാ നിങ്ങ കൊന്തില്ലേ സുലൈഖ് ബിൻ അംർ ആരായി തിന്ത് സുലൈഖ് ബിൻ അംർ തൗഹീദ് എതിരായിട്ട് ഷിർക്കിലെ പ്രചാരകനായി തിന്തല്ലേ സുലൈഖ് ബിൻ അംർ. ബദ്ർ യുദ്ധാവുമ്പോ ഇസ്ലാമി ശത്രു സൈന്യത്തിൽ പോരാടിയാലല്ലേ സുലൈഖ് ബിൻ അംർ. അങ്ങനത്തെ ആളുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ആ മഹത്തായ ഫദ്ലില് ഹിദായത്ത് ചൊല്ലരാ വെളിച്ചവന്ന് ഇളിച്ചപ്പ അതേ സുലൈഖ് ബിൻ അംർ പിന്നെ തൗഹീദി പ്രബോധകനായില്ലേ. ഇസ്ലാം ആൽമാരെ ക്ഷണിച്ചില്ലേ. അപ്പൊ എന്തിനെ മനസ്സിലാക്കൂല്ലേ? ഇന്റെ ഒരാള് കാഫിർ ചൊന്നത്തു, ഇന്റെ ഒരാള് മുശ്രിക്ക് ചൊന്നത്തു. നങ്ങായല അണ്ടർ എസ്റ്റിമേറ്റ് ആക്കണ്ട, ആലാട്ടി നാൻ ഹൈർ ചൊല്ലണ്ട. എന്റെ കാരണം എല്ലാ ഹിദായത്തിലെയും അധികാര അല്ലാഹു ആയിട്ടിക്കുറവില്ലേ. അതല്ലേ സൂറത്തു ആലി ഇംറാൻ അങ്ങനെ പഠിപ്പാട്ടരെ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅത്തിൽ الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. ആർക്ക് ഇസ്സത്ത് കൊടുക്കണോ, ആർക്ക് ദില്ലത്താക്കണോ, ആർക്ക് അഭിമാനം ഉണ്ടാക്കണോ എല്ലാം തീരുമാനിക്കുന്ന സെന്റർ അത് അല്ലാഹു റബ്ബുൽ ആലമീൻ ആയിട്ടിക്കറ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഖദർ, എല്ലാത്തിനും സാമർത്ഥ്യമുള്ളവനെ. സഹോദരന്മാരെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ സമുദായത്തെ പഠിപ്പാട്ട് മനുഷ്യരെ ആധ്യാത്മികമായ സർവനാശത്തിന് 3 കാരണമുണ്ടു. ഒന്നാമത് കിബറായിട്ടിക്കറ്, നാനൊരു വലിയ ഒരു ആള് ചൊല്ലൊരു ഭാവനയായിട്ടിക്കറ്. രണ്ടാമത്തേത് വൽഹിർസു, ദുനിയാവൃത്തിക്കുള്ള ആരത്യായ വ്യാമോഹ. മൂന്നാമത്തേത് ഹസദായിട്ടിക്കറ്. അള്ളാഹു ആർക്കായെങ്കും നിഅമത്ത് കൊടുത്തെങ്കിൽ അത് കളിഞ്ഞു പോകണോ ചൊന്നു ആഗ്രഹിക്കരുത്.
അതാ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്നുതണ്ട്, അള്ളാരെ അടിമങ്ങ ഒരു വലിയ നല്ലൊരു ഇബാദത്തിൽ നിന്നിട്ട് അശ്രദ്ധരായിരാറ്. ഏത് ഇബാദത്ത് ചൊന്നെങ്കിൽ അള്ളാരെ വക്കൽ അങ്ങ് വലിയ സ്ഥാനം ഉണ്ടാക്കുന്നത്. അള്ളാരെ വക്കൽ വലിയ സ്ഥാനമാണ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇബാദത്തിൽ നിന്നിട്ട് യാറത്തെ ആൽമാറ് അശ്രദ്ധരായിരാറ്. ഏത് അമല് അത് അത്തവാദു, അത് വിനയായിട്ടിക്കറ്. സഹോദരന്മാരെ, ഈ ചരിത്ര സംഭവങ്ങൾ അങ്ങ് എന്തിരെ പടിപാടിത്തന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഗളബ് അർസത്ത് വിധേയരായങ്ങ അത് അഹങ്കാരിങ്ങായിട്ടിക്കറാറ്. ഇബ്ലീസിനെ വിഷയ കൊന്തില്ലാത്ത ആറുള്ളവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമു സുജൂദ് എടുക്കണോന്ന് ചൊല്ലുമ്പോ എല്ലാരും സുജൂദ് എടുക്കറാറ്. അങ്ങെന്തും മലേഷ് അങ്ങനെന്തും സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയില്ല. ഇബ്ലീസ് അതാ ചൊല്ലുറേ, അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. അല്ലാഹുവേ, നാന് ശ്രേഷ്ഠനല്ലേ. എന്റെ കാരണം നന്നെ നീ പടച്ചിലെ തീ കൊണ്ടിട്ടായെങ്കിൽ ആദമിനെ നീ പടച്ചിലെ മണ്ണ് കൊണ്ടല്ലേ. അതുകൊണ്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം യാറാ ശ്രേഷ്ഠനാണ് ചൊല്ലബിയാറല്ലേ ഇബ്ലീസിനെ സർവനാശത്ത് കൊണ്ടുപോയേ. അതാ ഫറോവരെ ಬಗ್ಗೆ നിങ്ങൾ കേട്ടില്ലേ? അന റബ്ബുകുമുൽ അഅ്ലാ ചൊന്ന ഫറോവരെ അവസ്ഥ എന്തായിട്ട്? അങ്ങനെ ആരല്ല അഹങ്കരിച്ചിറാറ്. കാറുകൊണ്ടയും അവസ്ഥ അങ്ങനെമേ ആരല്ല അഹങ്കരിച്ചിറാറ്. അങ്ങനെ എല്ലാവർക്കും അല്ലാഹു ഹീനായ മരണ കൊടുത്തുള്ളൂ. ഇത് ചരിത്ര അംഗീകരിച്ച് യഥാർത്ഥായിട്ടിക്കറ്. അതേ പിന്നൊരു ഭാഗം ചിന്തിക്കറെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെ സ്വഭാവമായിട്ടിക്കറ് വിനയാൻ ചൊല്ലുന്നത്. അതാ നിങ്ങൾ കൊന്തില്ലേ, മഹാനായ ഖൈറുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ആദരിച്ച് പിർസവെച്ച് ബഹുമാനിച്ച വ്യക്തിത്വമല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു ചൊല്ലുന്നില്ലേ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ വസത്താ. ഇബ്രാഹിമേ, നിങ്ങൾ എന്തോരു വ്യക്തിത്വം നിങ്ങളത്. ഒരു വ്യക്തിയാക്കുനായ സ്വറല്ല നിങ്ങൾ ആക്കിയേ. ഒരു സമുദായ ഒന്നെല്ലാം സേരിത്ത് ആക്കുനായ പണി ഇബ്രാഹിമേ നിങ്ങൾ നിർവഹിച്ചിറാറ്. വേറൊരു മോത്ത് കണ്ട് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂതകാലവും വർത്തമാനകാലവും ഭവിഷ്യകാലവും ഒരുപോലെ കൊന്തുല്ലേ. അതാ അല്ലാമുൽ ഗുയൂബായ അല്ലാഹു ത്രികാലജ്ഞാനിയായ അല്ലാഹു ചൊല്ലുരേ, നിങ്ങ അല്ലാഹുവിന്റെ ഖലീലായിട്ടിക്കറാറ്. എന്റെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു സ്ഥാനമാനത്ത് എത്തിയെങ്കും അല്ലാഹു അതാ തുടക്കത്തിൽ പരീക്ഷിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കറു, നിങ്ങ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മങ്ങിലായിട്ട് എത്രയോ വർഷ കഴിഞ്ഞെങ്കും സന്താന ഭാഗ്യിക്കില്ല. മങ്ങിലായിട്ട് എത്രയോ വർഷ കലിര് കുഞ്ഞുണ്ടാവില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സൊന്ന് ബേജാറായെങ്കും സത്യവിശ്വാസി അല്ലാഹുവിന്റെ ആ റഹ്മിൽ നിന്നിട്ട് മുറിഞ്ഞു പോണ്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കറ്. ആ പ്രാർത്ഥനയുടെ ഒരു കുഞ്ഞുണ്ടാവൂ, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബലിയാവൂ. അതാ ബാപ്പരഞ്ഞിരത്തരത്തിൽ ബലിയുമ്പോ പിന്നെ ഒരു കിനാവ് കണ്ട്. എന്തിനാ കിനാവ് ചരിത്രം നിങ്ങൾ പഠിച്ചങ്ങ. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട കിനാവു അതാ മോന്റെ വിളിച്ച് ചൊല്ലുറു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി ഖദ് അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ ഇസ്മായിലെ നക്കൊരു കിനാവ് കണ്ടറ്. എന്തിനേന്ത് കിനാവു? അതാ വയസ്സാവുമ്പല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞുണ്ടാവുരമേ. അതേ കുഞ്ഞിമോന്റെ അതേ അറുക്കണോ ചൊല്ല കിനാവു. തന്റെ സ്വന്തം കൈകളെ കൊണ്ട് അറുക്കണോ ചൊല്ല കിനാവു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സമ്മതിക്കറ്. അല്ലാഹുവിന്റെ റിളാത്തിന് വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതാ സമ്മതിക്കറ്. ഇബ്രാഹിം
അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ മോന്റെ വിളിച്ച് ചൊല്ലുറു. മോന്റെ മുട്ടാക്കിയിട്ട് അതാ തലയുടെ കൈ വെച്ചിട്ട് മോന്റെ അതാ അരുക്കി പിടിച്ച് ചൊല്ലുറേ, യാ ബുനയ്യ, ഓ മോനെ, നിന്റെ ഫിർസത്തെ മോനെ, ഇന്നി അറാഫിൽ മനാമി, നക്കൊരു കിനാവ് കണ്ടൊരു മോനു, എന്തിനാ കിനാവു, അന്നീ അത് ബഹുക, മോനെ നക്കെന്തും നിന്റെ കൊല്ലുക മനസ്സിന്നിട്ടല്ല, റബ്ബുൽ ആലമീന്റെ കിനാവ് ഇത്, നിന്റെ നാന് അറുക്കുന്നു ചൊല്ലൊരു കിനാവു, ഫൻദുർ മാദാ തറാ, മോനെ നിന്റെ അഭിപ്രായവും നീ ചൊല്ലു എന്തരെന്ത്. അബ്ബൻ നിന്നിട്ട് ദീന് പഠിച്ച ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുരേ, യാ അബതി, ഓ നിന്റെ ഫിർസത്തെ അബ്ബാ, ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ബാപ്പാ നിങ്ങൾക്ക് എന്തരെ അല്ല ചൊല്ലുരേ അത് നിങ്ങൾ അനുസരിക്കൊരു ബാപ്പാ. അതിൽ നിന്നിട്ട് നിങ്ങൾ വിമുഖാവണ്ട. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അല്ല എന്തൊരു ചൊന്നു നിങ്ങളെട്ടിയ അത് അനുസരിക്കൊരു ബാപ്പാ ചൊന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം.